നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. പാർട്ടിയുടെ നിലപാട് എടുത്തിട്ടുണ്ട്. പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ഒരാളെ കുറിച്ച് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. പുതുപ്പള്ളി തിരിച്ചു പിടിക്കണം. 8 പഞ്ചായത്തും പിടിക്കും, പുതുപ്പള്ളിയും പിടിക്കും. കോട്ടയം മൊത്തത്തിൽ കോട്ടയം തൂത്ത് വരാൻ പോകും. നമസ്കാരമുണ്ട്. ഓടാനാവില്ല, അതുകൊണ്ടാണ് നിർത്തിയിട്ട് പിടിക്കുന്നത്. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? അങ്ങോട്ട് പോകുന്നു. രാവിലെ തുടങ്ങിയ ഓട്ടമായിരിക്കും. അതിനുള്ള ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഒന്ന് പിടിക്കാൻ നേരത്തെ ഞങ്ങൾ ഓടി വന്നത്. രാവിലെ നമ്മുടെ ഒരു മാരത്തൺ ഉണ്ടായിരുന്നു, ഒരു 3 കിലോമീറ്റർ. അത് കഴിഞ്ഞ് ഇപ്പൊ വീട് കയറ്റം കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും ഒന്ന് രാവിലെ മാരത്തോൺ ഓട്ടം രാവിലെ ഉണ്ടായി. മാരത്തൺ വേറെ ഓട്ടം, അതിനുശേഷം പിന്നെ പ്രചാരണ ഓട്ടം വേറെ. ഇപ്പൊ വീണ്ടും പോകുന്നു. എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതിപ്പോൾ നമ്മൾ 25 വർഷമായിട്ട് യൂസ്ഡ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ എത്രയോ ഇലക്ഷൻ നമ്മൾ വീടുകൾ കയറി. നിങ്ങൾ പക്ഷേ പറഞ്ഞാൽ ഞാൻ നിലമ്പൂർ മാത്രമേ കയറിയിട്ടുള്ള മറ്റുള്ള പറയുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം. അയ്യോ, അങ്ങനെ പറയില്ല. പുതുപ്പള്ളിയോട്ട് എന്തായാലും അതിന് റിസൾട്ട് ഉണ്ടായി. ആ റിസൾട്ട് ഈ ഓട്ടത്തിനും കാണാം. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവരുടെ അംഗീകാരമാണല്ലോ ഏറ്റവും പ്രധാനം. ജനമനസ്സിന്റെ അംഗീകാരം കിട്ടുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. പുതുപ്പള്ളി പഞ്ചായത്ത് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. പുതുപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് തുടങ്ങാം. പുതുപ്പള്ളി തിരിച്ചു പിടിക്കണം. 8 പഞ്ചായത്തും പിടിക്കും, പുതുപ്പള്ളിയും പിടിക്കും. കോട്ടയം മൊത്തത്തിൽ കോട്ടയം തൂത്ത് വരാൻ പോകും. ജില്ലാ പഞ്ചായത്തൊക്കെ കേരള കോൺഗ്രസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കയ്യിൽ നിന്ന് പോയതാണ്. അതെങ്ങനെ തിരിച്ചു? കേരള കോൺഗ്രസ് നിലവിലില്ല. അതെങ്ങനെ തിരിച്ചു പിടിക്കാൻ പ്ലാൻ എന്താ? കേരള കോൺഗ്രസിന്റെ വോട്ടേഴ്സ് കോൺഗ്രസ് മൈൻഡാണ്, UDF മൈൻഡാണ്. അവരെപ്പോഴും UDFനോടൊപ്പം നിൽക്കുകയുള്ളൂ. കേരള കോൺഗ്രസ് അപ്പുറത്താണെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പുറത്താണ്. അത് വോട്ടേഴ്സിനും അറിയാം. അതനുസരിച്ച് അതിന് റിസൾട്ട്. അല്ല, മൈൻഡ് എപ്പോഴും കോൺഗ്രസ് മൈൻഡുള്ള അണികളാണ്. പക്ഷെ എന്നിട്ടും അവരെ ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങളും വിജയിക്കാത്തത് എന്തുകൊണ്ട്? സമയക്രമേണ നടന്നോളൂ. അല്ലെന്നേ, അപ്പം ഇന്നിപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, തിരുവഞ്ചൂർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ അടുക്കും തോറും അവരകലുകയാണ്. അപ്പോൾ അടുക്കാനുള്ള ശ്രമങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ട്? എവിടെയാണ്? അപ്പോൾ സമയക്രമേണ എല്ലാം നടക്കും. അല്ല, എന്നാലും കേരള കോൺഗ്രസ് എമ്മിനെ ഒന്ന് അടുപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഏതെല്ലാം തരത്തിൽ ഈ ഒരു കാലം? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സമയക്രമേണ എല്ലാം നടക്കും. ഞാൻ ചോദിക്കട്ടെ, വേറെ ഒറ്റ കാര്യം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് അടിത്തട്ടിൽ ആഴത്തിൽ പണിയെടുക്കുന്ന ഒരു ടീം അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിന് പക്ഷേ അങ്ങനെ അടിത്തട്ടിൽ ഒരു മെക്കാനിസം ഇല്ല എന്നാണ് സാധാരണഗതിയിൽ പറയാറ്. അപ്പോൾ കേരള കോൺഗ്രസ് ഇല്ലെങ്കിലും ആ പണി കൂടെ കോൺഗ്രസ് ഇവിടെ എടുക്കുന്നുണ്ട്. അല്ല, അങ്ങനെ നമുക്ക് ഒരാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ? കേരള കോൺഗ്രസ് ജോസഫിനും അണികളും പ്രവർത്തകരും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ഇവിടെ ഉള്ളവരാണ്. അത് ഇവിടെ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്ന എൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ അവർക്ക് പല പഞ്ചായത്തുകളിലും ശക്തമായ വേരോട്ടമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷനാണ്, നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ മാത്രം. ഞങ്ങൾ ഒരുമിച്ച് ഒരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ വൺ ടീം UDF എന്നുള്ളതിൽ വേറെ വ്യത്യാസം. അദ്ദേഹം പറഞ്ഞാൽ കറക്റ്റ്. അതിനകത്ത് വേറെ വ്യത്യാസമില്ല. UDF എന്ന് പറഞ്ഞാൽ ഒറ്റ പാർട്ടിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒറ്റ പാർട്ടി. അതിനകത്ത് വേറെ വ്യത്യാസം മാധ്യമങ്ങളായിട്ടുണ്ടാക്കാതിരുന്നാൽ മതി. പുതുപ്പള്ളി പഞ്ചായത്തും ചാണ്ടിയമ്പലവും തമ്മിൽ വലിയ വൈരം നിലനിൽക്കുന്നു. പലതരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനുള്ള ഒരു വലിയ ആവശ്യം ചാണ്ടിക്ക് വ്യക്തിപരമായി തന്നെ ഉണ്ട്. അതിനുള്ളൊരു ഫൈറ്റ് എങ്ങനെയാണ് നടക്കുന്നത്? ഇല്ല, വൈരം എന്നുള്ളത് എനിക്കില്ല. എനിക്ക് തോന്നുന്നില്ല അവർക്കും അങ്ങനെ വൈര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിപ്രായ വ്യത്യാസമുണ്ട്, കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം അത് തെരുവിലേക്ക് വന്നിട്ടുണ്ട്. അത് തുടരുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. കാരണം ഇവിടുത്തെ ജനങ്ങളെ മറന്ന് ആര് പ്രവർത്തിച്ചാലും അതിനെ ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കും, അത് സംശയമില്ല. അത് എൻ്റെ പിതാവിനെ ഉൾപ്പെടെ അവമാനിക്കുന്നൊരു നിലപാടെടുത്തപ്പോൾ അതിനെതിരെ ഞാൻ നിലപാടെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ റോഡുകൾ മൊത്തം തകർത്തിട്ടിരിക്കുന്നത്. അതിനെതിരെ ഞാൻ നിലപാടെടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, ഈ 5 വർഷക്കാലം ഈ പഞ്ചായത്ത് നന്നാക്കിയ ഒരു റോഡ് കാണിച്ചു തരാമോ? ഒരു റോഡില്ല. അത് യാഥാർത്ഥ്യം. ഈ വീടുകൾ കയറുമ്പോൾ എന്താണ് അപ്പോൾ നാട്ടുകാരോട് പറയുന്നത്? എനിക്ക് പെട്ടെന്ന് കയറി പോണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷേ റോഡുകളുടെ കാര്യം ഞാൻ സൂചിപ്പിക്കും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ വളരെ ആവശ്യമായിട്ടുള്ള വിഷയമാണ് വെള്ളം. ആ വെള്ളവും ഇവിടെ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള പറയും. ഉറപ്പായിട്ടും ശബരിമല എന്നുള്ളത് സകല മലയാളികളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് സൂചിപ്പിച്ചിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വലിയൊരു എഡ്ജ് ഉണ്ടായി. ആ എഡ്ജ് രാഹുൽ കളഞ്ഞോ? ഇതിപ്പം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പല പ്രശ്നം. എല്ലാ ഇലക്ഷൻ ആകുമ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളുമായി CPM വരാറുണ്ട്. പുതിയ കാര്യമാണോ? 2011 ഒരു കാര്യം ഉണ്ടായിരുന്നു, 2016 സോളാർ ഉണ്ടായിരുന്നു, 2021 വീണ്ടും സോളാർ ഉപയോഗിക്കാൻ ശ്രമിച്ചു. അപ്പോൾ എല്ലാ ഇലക്ഷനിലും ഇതേപോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷന് എന്ത് പറഞ്ഞാലും ശരി, ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് ഈ വിവാദങ്ങളൊന്നും യഥാർത്ഥ ഇഷ്യൂസ് നിന്ന് ഡൈവേർട്ട് ചെയ്യുന്നില്ല. അത് എന്തെങ്കിലും കാര്യമുണ്ട്, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. പാർട്ടിയുടെ നിലപാട് എടുത്തിട്ടുണ്ട്. പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ഒരാളെ കുറിച്ച് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. പക്ഷെ അവർ പറയുന്നു ആ എഡ്ജൊക്കെ ഞങ്ങൾ ഇതാ തിരിച്ചു പിടിച്ചിരിക്കുന്നു ഒറ്റ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ. അപ്പോൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ അത് പ്രതിഫലിക്കുന്നുണ്ടോ? ഒരു പ്രതിഫലനവും ഇല്ല. റിസൾട്ട് വരട്ടെ. അപ്പോൾ രാഹുൽ
നമ്മുടെ ഒരു സാധ്യത കളഞ്ഞോ, സാധ്യത കുറച്ചോ? വീണ്ടും അവിടെ തന്നെ എത്തിയോ? അല്ല, രാഹുൽ ഈ വിവാദം ഈ വിവാദം കോൺഗ്രസിന്റെ UDFന്റെ സാധ്യതകൾ CPM-ന്റെ അജണ്ടയാ, ഞങ്ങളുടെ അജണ്ടയല്ല. CPM ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞങ്ങളുടെ അജണ്ട എന്താ? ശബരിമല. ഞങ്ങളുടെ അജണ്ട എന്താ? 9 വർഷക്കാലം പെൻഷൻ കൊടുത്തില്ല. ഞങ്ങളുടെ അജണ്ട എന്താ? ട്രിവാൻഡ്രം മെട്രോ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് 9 വർഷക്കാലം ചെയ്യാതെ ഇന്ന് വന്ന് നടപ്പിലാക്കുമെന്ന് പറയുന്നു. 9 വർഷക്കാലം. ഉമ്മൻചാണ്ടി സർക്കാരും LDF സർക്കാരും തമ്മിലുള്ള വേറെ വ്യത്യാസം നമുക്ക് കാണണമെങ്കിൽ മെട്രോ എടുത്തു നോക്കിയാൽ മതി. കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് മാറി 3-ാം മാസം ഇനോഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചു. ഞാൻ വെല്ലുവിളിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ. അങ്ങ് മാറി 3-ാം മാസം തിരുവനന്തപുരം മെട്രോ ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മുടെ ചോദ്യം. വികസനത്തിലാണ് നമ്മുടെ ചർച്ച. ആ ചർച്ചയിലേക്ക് നമുക്ക് കോട്ടയം നഗരസഭ നറുക്കില്ലാതെ തന്നെ ഇത്തവണ പിടിക്കും. കോട്ടയം നഗരസഭ ഞാൻ പറഞ്ഞു, കേരളം മൊത്തം UDFന്റെ തരംഗം വീശി ആഞ്ഞടിക്കാൻ പോവുക. ശരി, നോട്ടം തുടരട്ടെ. ഞങ്ങൾ ഇനി ഇത് കൂടുതൽ ശല്യപ്പെടും. എങ്ങോട്ടാ ഇനി എങ്ങോട്ടാ? പുതുപ്പള്ളി 13-ാം വാർഡിലേക്ക്. ശരി, അപ്പോൾ ചാണ്ടി ഉമ്മൻ ഓട്ടത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഓടാൻ കഴിയില്ല, അതിന് പറ്റിയ ഒരു ശാരീരിക ക്ഷമത ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഒന്ന് നിർത്തിപ്പിടിക്കാം എന്ന് കരുതിയാണ് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ തക്കത്തിൽ ഞങ്ങൾ കയറിയത്. എന്തായാലും ചാണ്ടി ഉമ്മൻ ഓട്ടം തുടരട്ടെ. പുതുപ്പള്ളി ഓട്ടത്തിന് അദ്ദേഹത്തിന് ഏതായാലും ഒരു പോസിറ്റീവായ റിസൾട്ട് ഉണ്ടായി. ആ റിസൾട്ട് ഈ ഓട്ടത്തിനും ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ ഞങ്ങളും വോട്ട് പാത ഓട്ടം തുടരുകയാണ്. മറ്റൊരിടത്ത് മറ്റൊരു നേതാവിനൊപ്പം വീണ്ടും കാണാം.